ഹായ്. അപ്പോൾ അങ്ങനെ ബാറ്റിംഗ് സ്ട്രെങ്ത്തിൽ സഞ്ജു വീണ്ടും തിരിച്ചു വന്നെന്ന് ഞാൻ പറയണത് ഓപ്പണിങ്ങിൽ തന്നെ സഞ്ജുവിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ ടീം വീണ്ടും ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2 കളിയിൽ കൂടി തന്നെ സഞ്ജുവിനെ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അടുത്ത സൈഡിൽ ഈ കോമ്പറ്റീഷൻ നടക്കുന്നത് അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ഇഷാൻ കിഷൻ ആൻഡ് വൈഭവ് സൂര്യവംശി, ഈ 4 പേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇതിൽ ഗില്ല് മത്സരിക്കുന്നത് സഞ്ജുവിനുമായിട്ടാണ്. കാര്യം റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷനാണ് ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് ഓപ്പണിംഗ് പെയറായിട്ട്. അപ്പോൾ ഗില്ലിന് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കളിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഗില്ലിന് വിഷയം എന്ന് പറയുമ്പോൾ സഞ്ജു കീപ്പറും കൂടിയാണ്. ഓക്കെ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. ഗില്ലെന്ന് പറയുമ്പോൾ ബോളറല്ല, ഒരു ബാറ്റ്സ്മാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗില്ലിന് കുറേയും കൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് ഗില്ല് എന്തായാലും ആ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് പല കാര്യങ്ങളും നോക്കുമ്പോൾ മനസ്സിലാണ്. അപ്പോൾ ഗില്ലിനെ വിട്ടേക്കുക. അവിടെ മറ്റൊരു മത്സരം നടക്കുന്നത് അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും കൂടിയാണ്. അപ്പോൾ അഭിഷേക് ശർമ്മ ഓൾറെഡി ഒരു ഹിറ്റ്മാൻ ജൂനിയർ എന്നുള്ള പേരിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് വൈഭവും കൂടി വരുന്നത്. അപ്പോൾ വൈഭവ് വരുന്നത് തീർച്ചയായിട്ടും തൻ്റെ ആ ഒരു സ്ഥാനം, തൻ്റെ ആ ഒരു വിളിപ്പേര്, ചെല്ലപ്പേരിനൊരു വെല്ലുവിളിയാണ്. വേറൊരു തലത്തിലേക്കായിരിക്കും ഈ ഹിറ്റിംഗ് സ്കില്ലിനെ വേറൊരു തലത്തിലേക്കായിരിക്കും ഇനി അത് വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. കാര്യം അങ്ങനത്തെ ഒരു ടൈപ്പ് ഹിറ്റിംഗ് ആണ് ഈ വൈഭവ് സൂര്യവംശി എടുത്തിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ബോളെ തന്നെ സിക്സ് അടിക്കുക, അത് ഏറ്റവും മെയിൻ ബോളേഴ്സിനൊക്കെയാണ്. ബുംറേനെയൊക്കെയാണ് പുള്ളി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു ടൈപ്പ്, ഒരു ദ്രാവിഡ് പറഞ്ഞ പോലെ ഇതൊരു മൈൻഡ് സെറ്റാണ്. ഇത് സ്കില്ലോ സംഭവമൊന്നുമല്ല, ഇതൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതായിരുന്നു. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആരൊക്കെയുണ്ട് ഇന്ത്യൻ ടീമിൽ? അവർ എല്ലാവരും ഇനി മത്സരിക്കാൻ പോകുന്നത് ഇതേപോലെ അഭിഷേക് ശർമ്മയോടും സൂര്യവംശിയോടും കൂടിയാണ്. സൂര്യവംശി എന്തായാലും കയറി വരും. അഭിഷേക് ശർമ്മേനെ ഇന്ത്യൻ ടീമിൽ തഴയാനും പറ്റത്തില്ല. ബട്ട് അഭിഷേക് സെക്കൻഡ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും എത്ര കളിക്കുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഇതിൽ സ്ഥിരമായിട്ട് സാന്നിധ്യമായിട്ട് ഒരു സൈഡിൽ എന്തായാലും സഞ്ജുവിൻ്റെ ഒരു സ്ഥാനം ഉണ്ടാവും. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യക്ക് സ്കില്ലുകൾ കൂടി വരുവാണ്, കളിക്കാരുടെ എണ്ണം കൂടി വരുവാണ്, ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ എണ്ണം കൂടി വരുവാണ്. ഇതെല്ലാവരെയും കൊണ്ട് എവിടെ വയ്ക്കുമാവും. ഇപ്പോൾ തന്നെ എത്രയോ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്. അഭിഷേക് ശർമ്മ, സൂര്യവംശി, കിഷൻ, തിലക് വർമ്മ, റിങ്കു സിംഗ്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇനി ഈ പറഞ്ഞ പോലെ സഞ്ജു പണ്ട് സ്ഥിരമായിട്ട് കളിച്ചിട്ടിരുന്ന പോലെ നമ്മുടെ അയർലൻഡുമായിട്ടുള്ള മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെക്കേണ്ടി വരും തോന്നുന്നു. ഇപ്പോൾ വൈഭവിനെ ഇറക്കാൻ പോകുന്നത് അയർലൻഡുമായിട്ടുള്ള ഒരു സീരീസിലാണ്. അത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നേരെ കയറി വരാൻ പോകുന്നത് ഇന്ത്യൻ ടീമിലേക്ക് തന്നെ. അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ.